അപ്പോൾ എല്ലാവരും ഈ അനുഭവം എന്ന് പറഞ്ഞ സംഭവം എടുക്കുന്നില്ല. അനുഭവത്തെ ആരും ടച്ച് ചെയ്യുന്നില്ല, പകരം അറിവാണ് എല്ലാവരും എടുക്കുന്നത്. അറിവ് കൂടിക്കൂടി വരികയാണ്. അറിവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവരവനെ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരും. എക്സാക്ട്ലി. ഈ പൈസ കൂടുന്ന പോലെ ഉണ്ടാവും. അതെ അതെ അതെ, അറിവ് കൂടിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കാര്യം ചെയ്യണം, അടുത്ത കാര്യം ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. അതിൽ നിന്ന് അനുഭവം ഉണ്ടാക്കുന്ന ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുഭവം ഉണ്ടാകുന്നില്ല. റണ്ണിങ് ഇങ്ങനെ വർക്ക് ചെയ്യും. അതിനിടയിലാണ് ദേഷ്യപ്പെടുന്നത്, വഴക്കുണ്ടാക്കുന്നത്. കാരണം അനുഭവമാണ് ഇതല്ല. പക്ഷെ അറിയുന്നില്ല. കാരണം അറിവാണ്. ഞാനത് അങ്ങനെ വെച്ചാണ്, ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞാണ്, അങ്ങനെ ചെയ്തില്ല, അത് ശരിപ്പെടുത്തിയില്ല, ഇത് മൊത്തം അറിവാണ്, അനുഭവമില്ല. അപ്പോൾ തർക്കം, അടി, വഴക്ക്, പൊസസീവ്നെസ്, എൻ്റേത്. കാരണം അറിവ് മാത്രമേ ഉള്ളൂ. എൻ്റേതാണ്, എനിക്ക് 10 ലക്ഷം കിട്ടി, 10 കോടിയാക്കി. അറിവ് മാത്രമേ കൂടുന്നുള്ളൂ, അനുഭവത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതായത് ആ ട്രാൻസാക്ഷൻ പെർഫെക്റ്റ് ആവണില്ല അവിടെ. അതെ അതെ, മാറ്റത്തെ കൃത്യമായിട്ട് അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ഉണ്ടാക്കുന്ന അനുഭവം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് നേടിയെടുത്തു കഴിഞ്ഞാലും അവർക്ക് അവിടെ ഒരു കുറവ് എപ്പോഴും ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അവർ പിന്നെയും പൈസ കൂട്ടാനും സുഹൃത്തുക്കളുടെ എണ്ണം കൂട്ടാനൊക്കെ ട്രൈ ചെയ്യുന്നത്. കാരണം എന്നെ കിട്ടിയിട്ടില്ലല്ലോ. ആ കുറവ് നികത്തപ്പെടുന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതൊരിക്കലും നികത്തപ്പെടുന്നില്ല. അതെ, കാരണം നികത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച ഒന്നില്ല. ഞാനില്ല. ഞാനായിട്ട് അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നിശബ്ദതയില്ല. ആ നിശബ്ദതയുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് എന്തൊക്കെ കേട്ടാലും അതിനെ അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. നിശബ്ദത കൈവശം ഉണ്ടെങ്കിൽ അനലിറ്റിക്കൽ പവർ ഭയങ്കരമാണ്. എല്ലാത്തിലും മാറ്റം വരുത്താം. കൃത്യമായിട്ടുള്ള എന്ത് വേണം അതിനനുസരിച്ച് കൊണ്ടുപോകാം. കാരണം ഞാനായിട്ടൊരു അനുഭവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഞാനായിട്ട് സൃഷ്ടിച്ച അനുഭവമായിട്ട് കണക്ട് ചെയ്താണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നത്. ഞാൻ സൃഷ്ടിച്ച അനുഭവത്തോട് ചേർന്നേ വരത്തുള്ളൂ. കാരണം അത് പ്രപഞ്ചത്തിൻ്റെ സർവ്വതും ചേർന്ന് വരുന്നതാണ്. കാരണം ആത്മാവാണ്. ഈ ആത്മാവെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് ആത്മാവ്? നമ്മൾ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഞാനുമായിട്ടുള്ള അനുഭവം കോൺസ്റ്റൻ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന അവസ്ഥ. എക്സാക്ട്ലി, ഇതാണ് ആത്മാവ്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. പക്ഷെ അവരെ സംബന്ധിച്ചെന്നല്ല, ഈ മാറ്റം നിരന്തരം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ആക്ച്വലി ഒരു ഫേക്ക് ഫീലിംഗ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാവുമല്ലോ ഇവർ ഫുൾ ടൈം അതിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും. എങ്ങനെയാണ്? അതായത് ഇപ്പം ഈ ഐ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫീലിംഗാണ്. പക്ഷെ ഈ മാറ്റങ്ങളും നിരന്തരം ഉള്ളത് കൊണ്ട് തന്നെ ആ ഐ ഇല്ലാതെയും ഈ മാറ്റത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണുള്ളത്. അപ്പൊ ഞാനെന്ന് പറഞ്ഞ ഒരു അനുഭവം സൃഷ്ടിക്കാൻ പറ്റത്തില്ല, പലതിൻ്റെ സ്വാധീനത്തിലാണ്. അതുകൊണ്ടാണ് അറിവ് വരുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ അനുഭവം സൃഷ്ടിക്കുമ്പോൾ അറിവില്ല, അക്യുമുലേഷൻ ഇല്ല, അനുഭവം സ്റ്റേബിളായി. അതാണ് റിയൽ ഫ്രീഡം. അപ്പോഴാണ് ശരിക്കും ഒരാളാകുന്ന. അപ്പോഴാണ് മറ്റേ ആളായിട്ടില്ല. സമൂഹത്തിൽ ഭാര്യയാണ്, ഭർത്താവാണ്, അപ്പനാണ്, അമ്മയാണ്, ജോലിക്കാരനാണ്, മഹാനാണ്, പല സ്ഥാനമാനങ്ങളാണ്. കംഫോർട്ടായിട്ടൊരു സോൺ ഉണ്ട് അവർക്ക്. വ്യത്യസ്തമായിട്ടുള്ള കംഫോർട്ടായിട്ടുള്ള സോണുകളുണ്ട്. പക്ഷെ അതിനകത്ത് കംഫോർട്ട് ആളില്ല, കണ്ടിന്യൂസ് ആയിട്ടില്ല. അവിടെ കംഫോർട്ട് കണ്ടിന്യൂസ് ആയിട്ടില്ല. എക്സാക്ട്ലി, അതൊരു സങ്കല്പം മാത്രമാണ്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴായിട്ട് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെ, പക്ഷെ അവർക്ക് വേറൊരു ഓപ്ഷൻ അവർ കാണുന്നില്ല. അതെ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഒരു ആവേശം കൊണ്ട്. ഒന്ന് ചാടി തുള്ളി ഡാൻസ് ഒക്കെ കളിച്ച് അടി വിളിച്ച് ബീറ്റൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്ന ആരാണ്? കാരണം ഒരുപാട് ദുഃഖമുള്ളത് കൊണ്ടാണ്. ഈ പള്ളിയിൽ അമ്പലത്തിലൊക്കെ പോകും എല്ലായിടത്തും ഈ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വൈബ് എന്ന് പറയല്ലേ എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ഭാഗം ഉള്ളത് കൊണ്ടാണ്. കാരണം അതൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടിയതല്ലേ. ഈ വൈബ് എന്ന് പറയുന്ന ആൾക്കാരെ സൂക്ഷിച്ചോ, അവർക്ക് ഒരിക്കലും കണ്ടിന്യൂറ്റി ഉണ്ടാകില്ല. കാരണം അവർക്ക് ആ സാഹചര്യത്തിലൊരു വൈബ് കിട്ടി, അത് അവർ ചാടിപ്പൊളിച്ച് അടിച്ചു പൊളിച്ച്. കാരണം ഞാനെന്ന് പറഞ്ഞ അനുഭവം സൃഷ്ടിച്ചിട്ടില്ല. ഞാനെന്ന് പറഞ്ഞ അനുഭവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട വല്ലതും വരാനുണ്ടോ? ഒന്നും വരാനില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട യാതൊന്നും വരാനില്ല, ഒരിക്കലും ഇല്ല. അവിടെയാണ് ഒന്നും നഷ്ടപ്പെടാനോ ഇല്ല, നേടാനോ ഇല്ല. അതെ, കാരണം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു, അത് സ്ഥിരമാണ്. മറ്റേത് സമൂഹം സൃഷ്ടിച്ച്, ആ എൻവയോൺമെൻറ്റ് സൃഷ്ടിച്ച് ഡ്രമ്മിൻ്റെ അടി കേട്ടപ്പോൾ ഒരു ശരീരത്തിന് ചാടി. കാരണം ആ ശരീരം ചാടാൻ കാരണം എന്താണ്? ഞാനെന്ന് പറഞ്ഞ അനുഭവത്തിൽ നിൽക്കാത്തൊരു ശരീരമാണ്. അതായത് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ബോഡി നമ്മളുടെ നിയന്ത്രണത്തിലാവുന്നില്ല, വിട്ടുപോവാണ്. എക്സാക്ട്ലി, ഓട്ടോമാറ്റിക്കലി അങ്ങ് അതിന്റെ മൂഡിൽ അങ്ങ് സെറ്റ് ആവും. അതെ, എന്നിട്ട് ഭയങ്കര വൈബായിരുന്നു പറയുന്നു. നമ്മൾ പിന്നെ അതിന്റെ കൂടെ പോകണം. ശരിക്കും ദുഃഖമുള്ളവരാണ് ഈ വൈബിന്റെ പുറകെ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ അനുഭവത്തിൽ മറ്റേതറിയാം, ഓക്കെ, അത് ബാഹ്യ ശരീരത്തിനാണ്, നമുക്കറിയാം, അത് ഓൾറെഡി
അവിടെ ഉള്ളതാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ വരുന്നത് എങ്ങനെയാണ്? അല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി എന്നുള്ളതല്ല. ഇപ്പം ഷാഫി എന്നോട് സംസാരിക്കുന്നു, ഞാൻ എന്നിൽ അനുഭവം സൃഷ്ടിച്ച് നിശബ്ദമായിട്ടിരിപ്പുണ്ട്. ഷാഫി സംസാരിക്കുന്ന ഭാഗം എനിക്ക് കേൾക്കാറില്ല. അതുകൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് കോട്ടം വരാവോ? ഇല്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള അനുഭവം സൃഷ്ടിക്കുന്ന ആളവിടെ ഉണ്ട്. ഇത് ടെമ്പററി ആണെന്നും ഇതിനകത്ത് വലിയ കഥയില്ലെന്നും അറിയാം. എക്സാക്ട്ലി. അപ്പോൾ അതറിയണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഈ പൊസിഷൻ കയ്യിൽ കിട്ടണം. എക്സാക്ട്ലി. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അപ്പോൾ ഷാഫി കെട്ടി ആ അനുഭവത്തെ ഞാൻ സൃഷ്ടിക്കണമെന്ന് പറയുമ്പം ആക്ച്വലി ആ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരേണ്ടത് എങ്ങനെയാണ്? പ്രവർത്തനം. മറ്റൊന്നിനെ ആഗ്രഹിക്കാതെ ഞാൻ എന്നെ തന്നെ ആഗ്രഹിക്കുന്നു. അല്ല, മറ്റൊന്നിനെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചാലും അത് സ്വന്തമാവണില്ല എന്ന് അറിയുമ്പോൾ ഒരു തിരിച്ചറിവ് തന്നെയാണല്ലോ അവിടെ കിട്ടുന്നത്. അപ്പോഴെന്താണ് ചെയ്യുന്നത്? മറ്റൊന്നുമായിട്ട് പ്രവർത്തിച്ചിട്ട് എനിക്ക് ഗുണമില്ലെന്നറിയണ്ടേ? അതെ. ഞാൻ എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഗുണമുണ്ടെന്നറിയണ്ടേ? അതെ. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് മറ്റുള്ളത് എല്ലാത്തിനും നൈമിഷികമാണ്, അതിന് പ്രസക്തിയില്ല, അതുകൊണ്ട് അതിൻ്റെ പുറകെ ഓടത്തില്ല. അതിപ്പോൾ വെയിൽ കൂടിയപ്പോൾ ചൂടായി, തണുപ്പ് വന്നപ്പോൾ തണുപ്പായി. അതുപോലെ ആ ഡ്രമ്മിൻ്റെ ബീറ്റ് വന്നപ്പോൾ ഡ്രമ്മിൻ്റെ ബീറ്റ്. അത് ബാഹ്യ ശരീരത്തിന്. മനസ്സിലായി? ഞാൻ ഇങ്ങനെ തൊട്ട് ഞാൻ ഇങ്ങനെ അടിച്ച്, മനസ്സിലായോ? ഇത് രണ്ടും മാറിപ്പോവും. മനസ്സിലായി? ഇതിന് സ്ഥാനം എന്താ? ഇങ്ങനെ തൊടാനുള്ള സ്ഥാനവും ഇങ്ങനെ തൊടാനുള്ള സ്ഥാനവും രണ്ടും ഒന്നാണ്. രണ്ടും ഒന്ന് തന്നെ. കാരണം ബാഹ്യമായിട്ട് ഞാൻ സ്നേഹത്തോട് തൊട്ട് അതേ കൈ കൊണ്ട് തന്നെയാണ് മുറുക്കിയടിക്കുന്നത്. മനസ്സിലായോ? സ്നേഹത്തിൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് മുറുക്കിയടിക്കുന്നത്. അപ്പം ഇത് രണ്ടും ഒന്ന് തന്നെ. ഇതാണ് സുഖവും ദുഃഖവും. സുഖമുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് കുറേ നേരമായിട്ട് ആ സുഖം തന്നെടുത്ത് തന്നെയാണ് അവിടെ ദുഃഖവും. അതെ. അപ്പൊ നമ്മളെല്ലാം അടച്ചു വെക്കണം. അതെ. കാരണം സുഖവും ദുഃഖവും ഉള്ളിടത്ത് എന്തായാലും പ്രശ്നങ്ങൾ. ഇത് കാലത്തിന്റെ ഭാഗത്ത് നമുക്ക് വൈബോസ്കി വന്ന് ഈ വൈബോസ്കി വന്നതാണ്. അതുപോലെ തന്നെ പോവുകയും ചെയ്യും. പക്ഷെ ആ ന്യൂട്രൽ പൊസിഷനാണ് റിയാലിറ്റി. എക്സാക്ട്ലി. ആ ന്യൂട്രൽ ലൈവായിട്ടിരിക്കുന്ന ഭാഗം അത് ഫുൾ ടൈം ലൈവാണ്. അതുകൊണ്ട് നമുക്ക് അനുഭവം അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവം വരുമ്പോൾ ഇതിന് കാരണം എന്താണ്? എന്തുകൊണ്ട് എന്നെ മുറുക്കി അടിച്ചു? ആ ഭാഗം നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, അതില്ലാണ്ടാക്കാം. സുഖം അന്വേഷിക്കുന്നില്ലെങ്കിൽ അതും പോകും, ദുഃഖവും വരത്തില്ല. സുഖം അന്വേഷിക്കുന്ന കാരണം ഈ ഭാഗം അന്വേഷിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വരത്തില്ല. മനസ്സിലായി? അല്ലെങ്കിൽ വരത്തില്ല. ഇത് നമ്മൾ തന്നെ നമ്മളിൽ അനലൈസ് ചെയ്ത് ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ തെളിച്ചം വരും. ഒരു പുസ്തകം ഒരു ഗുരുനാഥന്മാരും ഇല്ല, വർക്ക് ചെയ്യില്ലല്ലോ. അത് ഈ തൊടുന്നതും അടിക്കുന്നതും പോലെ തന്നെയാണ്. അതെ. ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആഹാ കൊള്ളാം, പക്ഷെ മാറിയപ്പോൾ പ്രശ്നം അല്ലേ? അപ്പം ഇത് മാറുന്നില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാൻ നിരന്തരം അത് എല്ലായ്പ്പോഴും. കാരണം ഈ മെഡിറ്റേഷൻ വരെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പം സ്വന്തം വീട്ടിൽ ഭാര്യ വന്ന് ദേഷ്യം പിടിക്കുമ്പം ഈ മെഡിറ്റേഷനിൽ നിന്ന് മാറാതെ ആ വ്യക്തി സപ്രസ് ചെയ്യുക. കാരണം എന്താ? മെഡിറ്റേഷനുള്ള ഒരാൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നാളെ തൊട്ട് അവനോട് മെഡിറ്റേഷൻ ചെയ്യണ്ടെന്ന് പറയും. അതുകൊണ്ട് ഈ ജീവിതകാലം മുഴുവൻ ഈ സപ്രഷനാണ് കൊണ്ടു നടക്കുന്നത്. മനസ്സിലായാ? എന്നിട്ട് രാവിലെ വാതിലടച്ച്, കാരണം ഒരാൾ റൂമിൽ കയറി വാതിലടച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറായാലും വീട്ടുകാരെന്തായാലും വന്ന് ചെക്ക് ചെയ്യും. മറിച്ചൊരു വീട്ടിലൊരു പൂജാ റൂം ഉണ്ടെന്ന് വിചാരിച്ചോ, എത്ര നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ ആരും ചെക്ക് ചെയ്യാൻ പോണില്ല. കാരണം അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ ഒറ്റക്ക് ഞാനെന്ന് പറഞ്ഞ അനുഭവത്തിലിരുന്നാൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതാണ് ശരിക്കും പൂജ. അതെ. ഇതാരും പൂജ ചെയ്യുന്നില്ല, പൂജിക്കാനൊന്നുമില്ല. ഇതാ റൂമിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് അടച്ചുകൂട്ടിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. സുഖത്തിന് വേണ്ടി, അല്ലാണ്ട് ശരിക്കും പ്രവർത്തിക്കുന്നില്ല. ശരിക്കും ആത്മീയത എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രവർത്തനമാണ്. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാൻ, അതാണ് ആത്മീയത. അതിനൊരു ഏരിയ ഒന്നുമില്ല. അത് 24/7 ആണ്. അതെ. അത് നിരന്തരമാണ്. അതുകൊണ്ട് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല. അപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ നോക്കുമ്പം ഇത് ഒരു 10,000 ആൾക്കാർ അംഗീകരിച്ചതാണ്. ഈ പറയുന്ന ഖുർആനായാലും ബൈബിളായാലും. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യുമ്പം അവിടെ നല്ലതാണ് എന്ന് ഇവർ തീരുമാനം എടുത്തതാ. അല്ലാതെ അവിടെ കണ്ണിലെന്തോ ഒന്നും ഒതുക്കിയത് കുറച്ച് നേരം പൊടി ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കണ്ടില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അതെ. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം. അവിടെ ആ റോ ഇൻട്രാക്ഷൻ വരണം, അത്രേ ഉള്ളൂ. ഇത് ആ റോ പോലും ഇന്ന് കവർ ചെയ്യപ്പെട്ട്, അപ്പോൾ ശരീരത്തിൻ്റെ കാര്യം, ലൈംഗികതയുടെ കാര്യം, ഇതൊന്നും പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതെ. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയും സ്ത്രീയും അടുത്തിരിക്കുക,
ഇങ്ങനെയുള്ള കുറെ ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു മറ്റേ ഹക്കിന്റെ ഭാഗം പറഞ്ഞില്ലേ, ഇങ്ങനെ കുറെ നിയമങ്ങളാണ് ഓൾറെഡി ഇല്ല. അതിൽ ശരിയും തെറ്റും ആരും നോക്കണില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നിയമം എന്ന് അറിയത്തില്ല. എക്സാക്ട്ലി മനസ്സിലായി. ഒരാളെ തല്ലിക്കൊന്ന് കുഴിച്ചുകൊണ്ടാണ് നിയമങ്ങൾ. മനസ്സിലായി. അല്ലാണ്ട് അയാളെ ഉയർത്തി നമ്മുടെ ഒപ്പം ഇരുത്താനല്ല നിയമങ്ങൾ ഉപയോഗിക്കുന്നത്. മറ്റൊരാളെ എങ്ങനെ തച്ച് ഉടക്കാം. അതെ, കാരണം അവിടെ ആ മുസ്ലിമിന്റെ നിയമം കോടതിയിൽ എത്തിയപ്പം നീതി കിട്ടണം എന്നുള്ള ഭാഗത്തല്ലല്ലോ ഇരിക്കണേ. അതെ, എന്തൊരു എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് പോകുന്ന ഭാഗമല്ല നോക്കണം. ഞാൻ ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് നോക്കണം. എന്നിട്ട് അതിന് കമ്മ്യൂണിറ്റിനെ കൂട്ടുപിടിക്കുക. അതെ, ഞാൻ ശരിയാണെന്ന് സ്ഥാപിക്കുന്നത് എന്തിനാണ്? തെറ്റുള്ളതുകൊണ്ടല്ലേ. അതെ, ഞാൻ ശരിയാണെങ്കിൽ സ്ഥാപിക്കാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ശരിയാണെങ്കിൽ അനുഭവത്തിലല്ലേ, അത് നിരന്തരമല്ലേ. ഞാനുമായിട്ടുള്ള അനുഭവത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെ. അപ്പോൾ അവൾ എന്ത് ചെയ്തെന്ന ഈ സമയം നോക്കി ഞാൻ അനുഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവള് സമയം കിട്ടിയല്ല. അതുകൊണ്ട് ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളിരുന്ന് സംസാരിക്കുന്നു, അവിടെ ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുകയും നമ്മളിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഭാഗം ഒപ്പം കൊണ്ടുപോവാം. എന്നിൽ മൗനമുണ്ട്, സംസാരമുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മൗനം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവിടെയാണ് ശരിക്കുള്ള ജീവിതം. മൗനം നഷ്ടപ്പെടുത്താതെ സംസാരിക്കാൻ പഠിക്കണം. സംസാരിച്ചാൽ പോകുന്ന മൗനമാവരുത്. പ്രവർത്തിച്ചാൽ പോകുന്ന നന്മയാകരുത്. കർമ്മം ചെയ്താൽ നന്മ പോകരുത്. എന്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ബോധം ആവരുത്. ജീവിക്കുമ്പോൾ ഉള്ള ബോധമാകണം. എൻ്റെ മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോയില്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തായിരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗീയ അനുഭവം എന്ന് വെച്ചാൽ എല്ലാം സർവ്വതുമായിട്ട് മംഗളമായിട്ടിരിക്കണം. അവിടെ ആ ശ്രദ്ധയും സത്യസന്ധതയും മാത്രം മതി. അവിടെ വേറെ ഒന്നുമില്ല. അതെ. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ ഈശ്വരന്മാരെല്ലാം മാറി നിൽക്കും. ഈശ്വരന്മാർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എനിക്ക് ഇഷ്ടപ്പാടുള്ളതുകൊണ്ടാണ്. ജനീഷ, കാരണം നമ്മൾ ഇവിടെയല്ല കുറച്ച് ജനീഷ് ബൈക്കിനാ തന്നെ അറിയില്ല. അന്ന് വന്നെങ്ങനെയാണോ? ഒരു പ്രാവശ്യം ബുള്ളറ്റ് ഇട്ട് വന്നോ, പിന്നെ പ്രാവശ്യം ബുള്ളറ്റ് ഇട്ട് വന്ന പോലെ തോന്നുന്നു. അതാരും ബുള്ളറ്റ് അവിടെ നിർത്തിയിട്ട് പാർക്കിങ്ങിലൊക്കെ. അതാണ് ദൈവങ്ങളെ നമുക്ക് ആവശ്യം വരുന്നത്. എന്തുകൊണ്ടാ? നമ്മളിൽ സ്ഥിരത ഇല്ലാത്തോണ്ടല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദൈവങ്ങളെ പോലും നമുക്ക് ഡീൽ ചെയ്യാം. ഇല്ല, ദൈവങ്ങൾ നമുക്ക് ആവശ്യമില്ല. അതെ, ദൈവം സങ്കല്പത്തിലാ. അതെ, ഈ നാളെ പോലെയാണ് ദൈവം. അതെ, മനസ്സിലായോ? ഒരാളെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു, അല്ല ദൈവം എൻ്റെ പ്രശ്നം മാറ്റിത്തരുന്നു എന്നുള്ളതൊക്കെ ആ വ്യക്തി ഉണ്ടാക്കിയെടുത്ത അനുഭവം അവിടെ ഇല്ല. അതില്ലാത്ത ഭാഗത്ത് ആ വ്യക്തിയുടെ സങ്കല്പം പ്രവർത്തിക്കുക ചെയ്യുന്നു. അതെ, ആ വ്യക്തി സ്ഥിരമായിട്ട് ഞാൻ അനുഭവം ഉണ്ടാക്കാത്തതുകൊണ്ട് ആ ഭാഗത്ത് ദൈവവും പിശാചും വരുന്നത്. ഏതെങ്കിലും കാരണത്താൽ അവരുടെ പ്രശ്നം മാറിക്കഴിഞ്ഞാലും അപ്പോഴും ആ വ്യക്തി ഉണ്ടാക്കിയ അനുഭവമല്ല. അല്ലല്ല, പിന്നെ സങ്കല്പമാണ് അവിടെ. അതെ. ഞാൻ അമ്പലത്തിൽ പോയി പള്ളി പോയി പ്രാർത്ഥിച്ചുകൊണ്ട് മാറിയതാണ്. അതുകൊണ്ട് വീണ്ടും പോകും. കാരണം വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും പോകണം. മനസ്സിലായി? പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കുന്നില്ല. മനസ്സിലായി? പള്ളിയിലും അമ്പലത്തിലും പോയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. പ്രശ്നം പിന്നെ ഉണ്ടാകണേ, പിന്നെയും ദൈവത്തിൻ്റെ അടുത്ത് പോവുകയും. അതുകൊണ്ട് വ്യക്തിയുടെ പ്രായോഗികമായിട്ടുള്ള അനുഭവ തലങ്ങളൊന്നും അറിയാതെ മരിച്ചു പോവുകയും ഇങ്ങനെ തലമുറകൾ കഴിഞ്ഞിപ്പോൾ. അതുകൊണ്ട് ആന്തരികമായിട്ടുള്ള വ്യവസ്ഥ, ഞാനൊരു അനുഭവത്തെ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളത് എല്ലാവർക്കും ഇത് പുതുമയാണ്. നമ്മൾ സത്യത്തിൽ കിടന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. എക്സാക്ട്ലി. ഇപ്പം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗം സ്റ്റേബിൾ ആയപ്പോൾ അവിടെ ആരുമായിട്ട് തർക്കിക്കേണ്ട കാര്യമില്ല. മറ്റേ തർക്കിക്കണി എന്നിലൊരു അനുഭവമുണ്ട്, പക്ഷെ അത് സ്ഥാപിക്കാനായിട്ട് പറ്റിയില്ല. സുതാര്യമായില്ല. അപ്പൊ സുതാര്യമായി തെളിച്ചം വന്ന് അപ്പോൾ മനസ്സിലായി ഞാൻ എന്നെ ഒരു അനുഭവത്തെ കൃത്യമായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും അതിനകത്ത് കയറി കോലിട്ട് ഇളക്കാൻ പറ്റത്തില്ല. ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബോധത്തിലിരുന്നാ മതി. അത് തന്നെ. ഫുഡ് കഴിക്കണം, അതാണ് ശരി. അതെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും വയനാട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഷെയർ പിന്നെ രണ്ടാമത് മാക്സിമം വീഡിയോ ഇടുക. ബെല്ല്